ബാബുചേട്ടാ, നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 വർഷമായിട്ടാണ് നമുക്കൊരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. 3 വർഷം മുമ്പാണ് നമ്മൾ ബാബുചേട്ടൻ്റെ പശു വളർത്തലിൻ്റെ വീഡിയോ എടുത്തത് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും പശുക്കളെ ഒന്ന് ആദ്യം കണ്ടാലോ? ഓക്കെ, ഇപ്പോൾ എത്ര പശുക്കളുണ്ട് ശരിക്കും? ഇപ്പോൾ ഇത് 2 എണ്ണം. ഈ 2 പേരാ ഉള്ളത് അല്ലേ? ഇപ്പോൾ ഇതിനെ കുത്തിവെച്ചാണ്. ഇതിനെ കുത്തി ഇപ്പോൾ ഒരു ഇപ്പോൾ 2ഉം ജേഴ്സി തന്നെയാണെന്ന് തോന്നുന്നത്. 2 ജേഴ്സി തന്നെയാണ്. ജേഴ്സിയാണ്. ക്രോസിനാണോ അതോ? ജേഴ്സി തന്നെയാണ്. ജേഴ്സി തന്നെയാണല്ലേ? ഓക്കെ, 2 പേരും ചേനയാണോ ഇപ്പൊ? ഇല്ല, അതിന് 7 മാസം കഴിഞ്ഞു. 8 മാസത്തേക്ക് കിടന്നേക്കണം. 8 മാസത്തേക്ക്. ആ പശുവിന് ഇതിനെ ഇപ്പൊ കുത്തിവെച്ചിട്ടുള്ളൂ. ഇത് ആദ്യത്തെ 2 വയസ്സായിട്ടുള്ളൂ. ഇതിന് 2 വയസ്സായിട്ടുള്ളൂ അല്ലേ? കുത്തിവെച്ചാണ്. കുത്തിവെച്ചിരിക്കുന്നു. ഇത് അമ്മയും മോളും എല്ലാണോ? അങ്ങനെ അമ്മയും മോളും അല്ല, ചേർത്തിയുടെ മോളാണ്. നമ്മള് ഓക്കെ, ചേർത്തിയുടെയും അനിയത്തിയുടെയും മക്കൾ എന്ന് പറഞ്ഞാൽ. അതെ അതെ. ആ പശുവിന്റെ മൂത്തന്റെ പശുവിന്റെ കിടാവാത്. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ എടുത്തപ്പോ ഇതിൽ ഏത് പശു ഉണ്ടായിരുന്നേ? അപ്പുറത്തെ പശു. അപ്പുറത്തെ പശു കിടാവുണ്ട്, പശു ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഇത് 3ാമത്തെ പേരാ ഇപ്പൊ ഇനി വരാൻ പോണതല്ലേ? വരാൻ പോണത്. ഇപ്പൊ 2 പേർക്കും പാലില്ലല്ലോ? ഇല്ല, ഇപ്പൊ നിർത്തിയേക്കാണ്. നിർത്തിയേക്കാണ്. 8 മാസത്തേക്ക് കടന്നേക്കണം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഉത്പാദനം ഇല്ലാണ്ട് എങ്ങനെയായിട്ട് മുന്നോട്ട് പോണേ? ഉത്പാദനം ഇപ്പൊ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെലവെടുത്ത് കയ്യിലാണല്ലേ? അതെ അതെ, കയ്യിലാണ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു സൈക്കിള് രൂപീകരിച്ചാലല്ലേ, അതായത് ഇപ്പോൾ ഒരാൾ ചെന്നൈയിലിരിക്കുമ്പോൾ ഒരാൾ കറക്കാനുണ്ടെങ്കിലല്ലേ നമുക്ക് അത്യാവശ്യം. അതെ അതെ. അപ്പോൾ അതിന് മുന്നേ ഒരു കറുത്ത പശു ഉണ്ടായി. അപ്പോൾ അതിന് ചെന പിടിച്ചില്ല. ഓ, അങ്ങനെ വന്നപ്പോൾ ഇതിന് കൊടുത്തല്ലേ? കൊടുത്തു. ഇത് അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ചെന പിടിക്കാൻ 2ആയിട്ട് മാറി. അതെ. ഓ, അങ്ങനല്ലേ? ചെന പിടി 3 പ്രാവശ്യം കുത്തിവെച്ചോണ്ട് ചെന പിടിച്ചില്ല. പിന്നെ അത് കുഴിയിൽ വീണു, അങ്ങനെയൊക്കെ പരിക്ക് പറ്റിയാലും കൊടുത്തു. ഓ, അങ്ങനെ. അയ്യോ, അല്ലിപ്പോൾ പാല് മുടങ്ങൂലായിരുന്നു. പാൽ അത് മുടങ്ങി. വീടുകൾ മുടങ്ങിയേക്കാം. വീടുകളും ഡയറിയിലും മുടങ്ങിയേക്കാം. അപ്പോൾ വീടുകളിൽ എന്താ പറഞ്ഞിരിക്കണേ? അപ്പോൾ വീട്ടിൽ ഞാൻ വേറെ ഇളപ്പിച്ചു കൊടുത്തേക്കാം, എനിക്ക് പാലാകുമ്പോൾ വീട്ടിൽ തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഓ, അങ്ങനെ. ചേട്ടൻ്റെ മോൻ. ആ സമയത്ത് ചേട്ടൻ്റെ മോൻ തന്നെയാണ്. ചേട്ടൻ്റെ മോനാണ്. അപ്പൊ പിന്നെ യാതൊരു വിഷയമില്ല. ഏകദേശം എത്ര വീടുകളിൽ അപ്പൊ കൊടുക്കുന്നുണ്ട് അത്? ഞാൻ ഒരു 15 വീട് ഉണ്ടായിരുന്നല്ലേ? 15 പേരുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ തൽക്കാലം മാറി നിൽക്കുന്നത്. 15 വീടിന്റെ എമൗണ്ട് മറന്നു കഴിഞ്ഞാൽ സാരമല്ല. അന്ന് 2 പശു ഉണ്ടായി. അന്ന് 2 പശുവിനെ കറക്കുന്നുണ്ട്. അതും ഒരു കറുത്ത, ഇതുപോലത്തെ ഒരു കറുത്ത പശു കറക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ 2 മാസം കഴിയുമ്പോ 2 മാസം കഴിഞ്ഞാൽ 2-2.5 മാസം കഴിക്കും. ഓക്കെ. അല്ല, ഇനിയിപ്പോ ഒരു പുതിയ പശുവിനെ എടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സാമ്പത്തിക ഉദ്ദേശം ഉണ്ടെങ്കിൽ നിൽക്കുന്നതല്ലേ? ഇനിയിപ്പോ ഒരു പശുവിന് വാങ്ങിച്ചു ഇപ്പൊ കറവ് പാല് മുടങ്ങാണ്ട് കൊടുത്തേനെ. അപ്പൊ ഇത് പറ്റൂ. സംസാരിക്കാറുന്നില്ലേ? അപ്പൊ മിൽമന്ന് സംസാരിച്ചായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞാല്? ഇല്ല, അവിടെ ഞാൻ നേരത്തെ എടുത്തായിരുന്നു. അതാണ് മറ്റേ കറുത്ത ഒരു പശു ഉണ്ടായി. അപ്പൊ അത് മിൽമ വഴി സഹായം ലഭിച്ചിട്ട് എടുത്തതാണ് കറുത്ത പശു. അത് അതിനൊപ്പം കൊണ്ടാണ് ഇതിന്. അതിനൊപ്പം കൊണ്ടുവന്ന ഇതിവിടെ ഉണ്ടായതല്ല. അല്ല. ഓക്കെ, ഇത് വാളയാർന്ന് വന്നതാ. വാളയാർന്നല്ലേ? അതിനെയും വാളയാർന്ന് കൊണ്ടുവന്നാണല്ലോ? അതെ അതെ, 3ഉം ഒക്കെ വാളയാർന്ന്. അന്ന് മറ്റേ ഇഷ്ടക്കളത്തിന്റെ കാര്യം പറഞ്ഞല്ലേ? അങ്ങനെ. കളത്തില് അവിടെ വളർത്തിപ്പോ അവിടെ നിന്ന് കൊണ്ടുവന്നാണല്ലേ? ഇത് നല്ലതാണ് പശു. പക്ഷെ ഇതിപ്പോ 5 പ്രാവശ്യം കുത്തി. നല്ല ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ടല്ലേ? നല്ല ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള പശുവാണ്. 5 തവണ കുത്തി. 5 തവണ കുത്താന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇപ്പൊ 6ാമത്തെ പ്രാവശ്യം കുത്തിയാണ്. പിന്നെ ഇപ്പൊ 2-3 ദിവസം കുത്തിയിട്ട് ചെന പിടിച്ചില്ല. അല്ലിപ്പോ ഇതിനപ്പോ അത് കറ വന്നപ്പോ ഇതിന് പ്രസവമായേനെ. അത്ര കണക്കൂട്ട് വഴി ഉണ്ടായിരുന്നു. അത് തെറ്റിപ്പോയി അല്ലേ? ഇപ്പൊ ചേട്ടാ, അതെ, ഇപ്പൊ ഞാനിപ്പോ ചോദിക്കാൻ കാരണം വരുന്നില്ല. ഇപ്പൊ ക്ഷീരകർഷകരുടെ ഇപ്പൊ ഒരു പുതിയൊരു പരിപാടി വന്നിട്ടുണ്ട്. അതായത് ഉറപ്പായിട്ടും ചെന പിടിക്കും, അതും പെൺകുട്ടിയെ തന്നെ കിട്ടും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് കേട്ടിരുന്നോ അങ്ങനെ സംഭവത്തെ കുറിച്ച്? അറിവില്ല അല്ലേ? ഓക്കെ, എന്തായാലും നമ്മുടെ ചാനലിൽ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാട്ടോ. അത് പറ്റും. 2 മൂരിക്കിടാവാ അപ്പുറത്ത് നിൽക്കണത് അല്ലേ? അപ്പുറത്ത് നിൽക്കണത് 2 മൂരിക്കിടാവാറുന്നല്ലേ? ഓക്കെ. ഇതിലും വലുതായനെ. ഇപ്പൊ ആദ്യത്തെ കിടാവ് ഇതിലും വലുതായനെ. അതിന്റെ ഒപ്പമുള്ളതാണ് ഇതും. ഓ, ആദ്യത്തെ കിടാവ് ഇതിനും വലുതായനെ. പക്ഷെ മൂരി ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? ഇപ്പൊ അതിന്റെ മൂത്ത പശുവിന്റെ കിടാവ് അത്. ഇതിലും വലുതാവേണ്ട ഇപ്പൊ അതിന്റെ കിടാവ്. ഇപ്പൊ കയ്യിൽ നിന്ന് ഇപ്പൊ നമ്മള് പൈസ കൊടുത്ത് ആണ് ഇവരെ വളർത്തുന്നത്, അല്ലെങ്കിൽ തീറ്റ കൊടുക്കുന്നത്. നമുക്ക് ഒരു ദിവസം ഇപ്പൊ ഈ കയ്യിൽ നിന്ന് എടുക്കുന്നതാണല്ലോ, ഒരു ദിവസം എത്ര ചെലവ് വരുന്നുണ്ട്? നമ്മളിപ്പോ 3 നേരം തിരിയിട്ട് കൊടുക്കും. ഇപ്പൊ തിരിയിട്ട് കൊടുക്കണല്ലോ. ഇപ്പൊ അങ്ങനെ 2 നേരം കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ചേന ഈ മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത മാസം കൂടുതലിട്ട് കൊടുക്കണം. 1/2 കിലോ അല്ല, 1 കിലോ മേലെ 1 കിലോ കൊടുക്കുന്നുണ്ട്. ഒരു നേരം 1 കിലോ കൊടുക്കുന്നുണ്ട്. അപ്പൊ 2 കിലോ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം. ഇപ്പൊ തീറ്റ മറ്റേ പെല്ലറ്റ് പൊടി കൊടുക്കുന്നുണ്ടോ? ഈ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയും കൊടുക്കുന്നുണ്ട്. ഇതിനും കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു കിടാവ് ഉണ്ടെങ്കിലും അതിനും കൊടുക്കാറുണ്ട്. അങ്ങനെ തരംതിരിവൊന്നുമില്ല. 3 എല്ലാത്തിനും ഒരുപോലെ
തിരിയിട്ട് കൊടുക്കും. ഓക്കെ, 3 നേരം കൊടുക്കാറുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു മാസത്തേക്ക് എത്ര ചാക്ക് ഇപ്പൊ വേണം പെല്ലറ്റ് ഇപ്പോഴത്തെ അവസ്ഥ? കറവുള്ള സമയത്താണെങ്കിൽ ഞാൻ 4 ചാക്ക് എടുക്കും. ഇപ്പൊ 2 ചാക്ക്? ഇപ്പൊ 2 ചാക്ക് 2 ചാക്ക് നിൽക്കാം അല്ലേ? അപ്പൊ നമുക്കൊരു 3100 രൂപ മാക്സിമം. 3100 രൂപയ്ക്ക് നമുക്ക് ഒരു മാസം കഴിഞ്ഞ് പോവാം, പെല്ലറ്റ് മാത്രം. പിന്നെ വൈക്കോല് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈക്കോല് ഉണ്ടല്ലോ, സ്റ്റോക്ക് ചെയ്ത്. വൈക്കോല് എവിടെ നിന്ന് എടുക്കാനായിട്ടാ? ഇവിടുത്തെ വൈക്കോല് പാടത്തുനിന്ന് നല്ല വൈക്കോലാണല്ലോ. നമ്മുടെ വൈക്കോല് തന്നെയാ നമ്മുടെ ഇവിടെ? നമ്മുടെ ഈ നാട്ടിലെ വൈക്കോല്? നാട്ടിലെ വൈക്കോലാണ്. റോളുണ്ട് അതിൻ്റെ ഉള്ളിൽ. റോൾ അതിൻ്റെ ഉള്ളിലുണ്ട്. റോള് വേറെ ഉണ്ട്. അല്ല, ഈ പൊടി കുറഞ്ഞ വൈക്കോലാന്ന് തോന്നുന്നല്ലോ. ഇതില് പൊടിയില്ല, പൊടി ഇല്ലാത്ത വൈക്കോൽ. ഇതിപ്പോ എന്താ മുടിക്ക് വില? ഇത് 15 രൂപ മുടി. റോള് വരുമ്പോ റോള് ഈ തവണ ഡയറിയിൽ നിന്ന് എടുത്തതാണ്. അത് 200 രൂപയ്ക്ക് വന്ന് ഈ തവണ 300 രൂപ. അപ്പൊ റോള് ഡയറിയിൽ നിന്ന് എടുത്തതും ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചത്. റോള് ഈ തവണ 300 രൂപ വന്നു. 15 രൂപയ്ക്കും ഉള്ളതുണ്ട്. ഇത് നല്ല കട്ടിയുള്ള അല്ലേ? ഇവിടെയൊക്കെ മുടികള് 15 രൂപയ്ക്ക് കൊടുക്കണം. 15 രൂപ എടുത്തതാണ്. അല്ല, 15 രൂപയ്ക്ക് കൊടുക്കാനുള്ള ഉണ്ട്. അത് കാണാൻ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? അത് ഇവിടെ തന്നെ ഇതാണല്ലോ നമ്മുടെ വൈക്കോല് അല്ലേ? ഇവിടെ സ്റ്റോക്ക് ചെയ്ത നല്ല കട്ടിയുണ്ടല്ലോ, നല്ല കട്ടിയുണ്ട്. ഇത് പൊടിയൊന്നുമില്ല, ഇത് പൊടിയൊന്നുമില്ല. ഒരേഴത്തൊന്നും തിന്നോളും. ഇതെന്ന് പറഞ്ഞാൽ നല്ല വൈക്കോൽ, നല്ല ആരോഗ്യമുള്ള വൈക്കോൽ അല്ലേ? ഇത് തിന്നിട്ടും ബാക്കി വെക്കുന്നുണ്ടാവില്ലല്ലോ പശു? ഇല്ലില്ല, ഇത് പറക്കി തിന്നോളൂ. ഇത് പറക്കി തിന്നോളൂ അല്ലേ? നന്നായിട്ട് പറക്കി തിന്നോളൂ. ഇത് പഴകണം, വൈക്കോല് പഴകുമ്പോൾ തിന്നും. ഇപ്പൊ ഞാൻ 2 മാസമായി മേടിച്ചു വെച്ചിട്ട് ഇപ്പൊ ഒക്കെ തിന്നോളൂ. ഒന്നുമില്ല, തിന്നോളും. നല്ല വൈക്കോൽ. പൊടിയൊന്നുമില്ല, ഇതിൽ പൊടിയൊന്നുമില്ല. ഫുള്ള് പൊടിയാ. അല്ല, അത് ഞാൻ ചോദിച്ചാൽ ഇതിപ്പോ വല്ല നനഞ്ഞല്ലോ ചേർന്നോ? ഇല്ല, വൈക്കോൽ നനഞ്ഞിട്ടുണ്ടായില്ല. ഇത് ഉണക്ക് പാടത്ത് തന്നെ ഉണങ്ങി കിട്ടി കയറ്റിക്കൊണ്ടാണ്. അതുകൊണ്ടാണല്ലേ ഇവിടെ അവിടെ മുകളിൽ സ്റ്റോക്ക് ചെയ്തു. ഓക്കെ, എന്തായാലും നമ്മൾ 15 രൂപയ്ക്ക് കൊടുത്തതിനുള്ള ആ ഒരു പൈസക്കുള്ള സാധനം ഉണ്ട് കേട്ടോ അല്ലേ? നല്ല ബലമുള്ള 15,000 രൂപയുടെ വൈക്കോല് സീസണിൽ സ്റ്റോക്ക് ചെയ്യും. അല്ല, 10,000 രൂപയുടെ. ഇനിയിപ്പോ മഴയാണല്ലോ, ഇനിയിപ്പോ മഴ ഇപ്പൊ എടുത്ത് അവിടെ വരെ ഉണ്ടായതാ, പൊക്കത്തിൽ വെച്ചായിരുന്നതാ, ആയിട്ടുണ്ടായിരുന്നതാ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് ഉണക്കച്ചാണം കിടപ്പുണ്ടല്ലോ. അത് ഞാനിവിടെ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഉണക്കി എടുക്കാണ് ചാണകം. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ചാക്ക് എടുത്ത് ഉണക്കി ഉണക്കി വെച്ചേക്കണല്ലേ? വാങ്ങാൻ ആളുണ്ടോട്ടാ? ഇവിടെ ഒന്ന് വാങ്ങിക്കോളൂ, കൊണ്ട് കൊടുക്കണ്ട, ഇവിടെ തന്നെ വന്ന് എടുത്തോളൂ. അല്ലേ? ഇതിപ്പോ ചാക്കിന് എന്താ റേറ്റ് വന്നപ്പോ? ചാക്ക് എല്ലായിടത്തും 300, ഞാൻ 250 രൂപ. 250. ഓക്കെ, നമ്മുടെ ഇവിടെ 250 എടുക്കാൻ ആളുണ്ട്. കാരണം പ്രത്യേകിച്ച് മാത്രല്ല സ്റ്റോക്ക് കുറവാ. മറ്റിവിടെ സ്റ്റോക്ക് ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇത്തവണ സ്റ്റോക്ക് അപ്പ പോയി. വീടിന്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയായിട്ടാണ് ഉണക്കായിട്ടുണ്ടല്ലോ. വെയിലാണ് പെട്ടതാ. ഇപ്പൊ വെയില് ഇവിടെ ചാണകം ഇടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം, ഈ മഴ കൂട്ടി പിടിക്കുമ്പോ. ഓക്കെ ഓക്കെ. ഇതിപ്പോ നമുക്കൊരു 2-3 പശുവൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചാണകം ഉണങ്ങണ മെഷീൻ വാങ്ങിക്കാൻ, മെഷീൻ 3-4 പശു ഉണ്ടെങ്കിൽ വാങ്ങാം. 4 പശു വരെ ഉണ്ടെങ്കിൽ അല്ല, നമുക്ക് ചാണകം വിറ്റ് പോകുന്നുണ്ടെങ്കിൽ മഴക്കാലത്തും ഇപ്പൊ, കാരണം മഴക്കാലത്ത് ഡിമാൻഡ് കൂടും. വേനൽക്കാലത്ത് 250 വിൽക്കുന്നത് മഴക്കാലത്ത് 300 രൂപയ്ക്ക് വിൽക്കാനും സാധിക്കും. ഉറപ്പല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ നമുക്കൊരു ഉണങ്ങണ മെഷീൻ ഇപ്പൊ ഒരു 2 മാസം കൂടി കഴിയണം ഞാൻ ഡിമാൻഡ് കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മഴയൊക്കെ പിടിക്കണോണ്ട് ജൂൺ ജൂലൈ ഇഷ്ടംപോലെ ആള് വരും. ഇഷ്ടംപോലെ ആള് വരും അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ഇനിയും വരട്ടെ, ആളിഷ്ടംപോലെ വരട്ടെ. അവർക്ക് വൈക്കോല് വാങ്ങാനെങ്കിലും നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനം കിട്ടും. ചെറിയ സൈഡ് ഇതായിട്ട് കിട്ടും. ഇപ്പൊ വാരി പച്ചച്ചാണം പോകൂല. അപ്പൊ ഇങ്ങനെ ആവുമ്പോ ഉണങ്ങിയാകുമ്പോൾ ചാക്കുമോളി ഈ 50 കിലോ ചാക്കിൻ്റെയാണ് ഫുള്ളായിട്ട്. പശു ഇപ്പോൾ ഒരു സൈഡായിട്ടാണോ ചേട്ടൻ ശരിക്കും, അതോ മെയിൻ ആയിട്ടാണോ? ഇപ്പം മെയിനായിട്ടാണ്. കാരണം എനിക്ക് എൻ്റെ ബിസിനസ് പൊളിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ കറക്കണ പശുവിന് ഒരെണ്ണം വാങ്ങണമെന്നുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ. ചേട്ടാ ഇവിടെ കുറച്ച് ചക്ക കാണുന്നുണ്ടല്ലോ, ഇതാർക്കാ? ചക്ക അത് പശുവിന് കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കും, കുറച്ച് കൊടുക്കാൻ വേണ്ടി. കൊടുത്താൽ പശുവിന് ദഹനക്കേട് വരും? ഇല്ല, പഴുത്തൊക്കെ ഓവറായിട്ട് കൊടുത്താൽ മാത്രം അങ്ങനെ വരും. ഇത് പച്ചയാണ്? ഇത് പച്ചയാണ്, കംപ്ലീറ്റ് പച്ചയാണ്. പച്ച കുരുന്ന് അരിഞ്ഞ് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ അവർക്ക് യാതൊരു വിഷയം ഉണ്ടാവില്ല? ഇല്ല ഇല്ല. ഉപ്പ് പോലെ ഇട്ട് കൊടുക്കണോ? അതിന്റെ ഇല്ല, ഒന്നും ഇടാറില്ല. ഒന്നും വേണ്ട. എന്തോരം കൊടുക്കും നമുക്ക്? അത് വലിയൊക്കെയാണ് ഒരെണ്ണം അരിഞ്ഞ് കുരുന്ന് കൂടും. ഇതിപ്പോ ചെറുതല്ലേ, ഇപ്പൊ 2-3 ഇട്ട് അരിഞ്ഞിട്ട് കൊടുക്കും. രണ്ടിനോട് ഇതിപ്പോ 2-3 സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ കിട്ടാൻ സാധ്യത. ഇപ്പൊ അനിയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ എടുത്തിട്ടാണ്. ചക്ക കൊടുക്കാറുണ്ട്. ചക്ക കൊടുത്തു കഴിഞ്ഞാൽ പശുവിന് ക്ഷീണം മാറും.
ചക്ക കൊടുത്താൽ ക്ഷീണം നന്നായി കിട്ടും പശു, നന്നായി കിട്ടും. അതുപോലെ പാലും കിട്ടും. കറക്കണ ടൈമാണെങ്കിൽ പാലും കിട്ടും. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ കറവ പശുക്കൾക്ക് ചക്ക കൊടുത്താൽ ഓവറായിട്ടല്ല, ഒരു മീഡിയം ഇതിന് കൊടുക്കണം. അല്ലാണ്ട് നമുക്കറിയാലോ ഒരു പരിധി ഉണ്ട്. അതെ, ഇതിപ്പോ 2-3 ദിവസമായിട്ട് കൊടുക്കുള്ളൂ. 2-3 ദിവസമായിട്ട്. അപ്പൊ ഒരു നേരം കൊടുക്കുള്ളൂ അതോ ഒരു നേരം കൊടുക്കുള്ളൂ? ഒരു നേരം. അതാകുമ്പോ അല്ലെങ്കിൽ പരിധി വിട്ട് കഴിഞ്ഞാൽ അല്ലേ ഇതിൽ പഴുത്തൊക്കെ ഓവറായിട്ട് കൊടുക്കാണ്ടിരുന്നത്. പച്ച എന്തോരം കൊടുത്താൽ അത്രയും വിഷയം വരില്ല. പഴുത്ത് ഓവറായിട്ട് കൊടുത്താൽ ചിലപ്പോൾ വയറ് ലൂസാവും. വയറ് ലൂസാവും അല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടൻ്റെ ഈ പശു വളർത്തൽ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിന് നന്ദി. അപ്പോൾ ചേട്ടൻ്റെ ഈ പശു വളർത്തൽ ഇനിയും മുന്നോട്ട് പോകട്ടെ, കൂടുതൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. നമുക്ക് ഈ ഒരു ചെറിയ സ്ഥലത്താണെങ്കിലും ഒരു 3 പശുവെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ, താങ്ക് യു.